ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉടൻ തെളിവെടുപ്പ് നടത്തിയേക്കും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ച കാര്യം ദേവസ്വം ബോർഡ് കോടതി അറിയിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദിലേക്ക് വരുന്ന സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. സ്വർണ്ണക്കൊള്ള കേസ് അങ്ങനെ പല വഴിക്ക് അതിന്റെ ദുരൂഹതകൾ പുറത്തേക്ക് വരികയാണ്. പുതിയ പുതിയ പേരുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കാര്യം ഇത് മൊത്തം ഇനിഷ്യേറ്റ് ചെയ്ത് ഹൈക്കോടതി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന ഓരോ റിപ്പോർട്ടിനും അത്രയധികം പ്രസക്തിയുണ്ട്. ആ റിപ്പോർട്ടിൽ ഹൈക്കോടതി പറയുന്ന ഓരോ പരാമർശങ്ങൾക്കും അത്രയധികം പ്രസക്തിയുണ്ട്. പുരോഗതി റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് കരുതേണ്ടത്? സ്വർണ്ണപ്പാളി പോയ വഴികളെ പറ്റിയുള്ള SITയുടെ നിഗമനം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയോ? ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നിർണായകമാകും. മാത്രവുമല്ല, ഈ സ്വർണ്ണ കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പുറത്ത് കേൾക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന വിവരത്തിനേക്കാൾ ഏതാണ്ട് 1-2 പടി മുന്നിലാണ് SIT എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അവരതിനകത്തൊരു സീക്രട്ട് സ്വഭാവം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ് എന്ന് പറയുന്നത് ഇന്നലെ 2019 ജൂലൈ 20 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികളുമായി ബാംഗ്ലൂരിലേക്ക് പോയ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്ന് മറ്റു ചില ഉദ്യോഗസ്ഥരിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ 4 ദിവസമായി കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അതിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികൾ അത് ഉരുക്കിയത് തന്നെയാണ്. അത് ഈ പലർക്കായിട്ട് അത് പങ്കിട്ട് കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അനധികൃതമായ ബ്ലേഡ് സ്വഭാവത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും മാത്രവുമല്ല ഇൻകം ടാക്സ് റിട്ടേൺ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാര്യമായിട്ടുള്ള പണമിടപാട് നടന്നുവെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ച പണമാണോ അല്ലെങ്കിൽ അത് വിറ്റുണ്ടാക്കിയ പണമാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംശയം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള സാമ്പത്തിക പരിശോധന ആവശ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, സന്നിധാനത്ത് നിന്ന് 2019 കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളിക്ക് എന്തുപറ്റി, അതിന്റെ സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റതാർക്ക്, അത് വാങ്ങിയതാര്, അതിന്റെ പ്രതിഫലം എത്ര രൂപയായിരുന്നു, അതിന്റെ പങ്കാരൊക്കെ പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായ മറുപടി ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് അതിന്റെ വിവരങ്ങൾ കാര്യമായി പുറത്തേക്ക് വരാനിടയില്ല. കാരണം ഹൈക്കോടതി തന്നെ ഇക്കാര്യം രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ കൊണ്ടുപോയപ്പോഴൊക്കെ നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ആ രീതിയിൽ വലിയ പ്രസക്തിയുണ്ട്. ഏതായാലും ഇന്ന് റിപ്പോർട്ട് കൊടുത്ത ശേഷമായിരിക്കും, ഇന്നലെ റിവ്യൂ യോഗമൊക്കെ ചേർന്നിരുന്നു അന്വേഷണ സംഘത്തിന്റെ. ഏതായാലും ഇന്നത്തെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. അതിനുവേണ്ടിയിട്ടുള്ള തീരുമാനം അന്വേഷണ സംഘം നടക്കുക. 2ാം ഘട്ടം ഉദ്യോഗസ്ഥരെ മുരാരി ബാബു, ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഹഷ്മി, അനന്തസുബ്രഹ്മണ്യത്തെ പറ്റി എന്താ പറയുന്നത്? അനന്തസുബ്രഹ്മണ്യം വന്ന വഴി 2019 പാളികൾ പൊറ്റിക്കെ കൊണ്ടുപോയത് ഇയാളാണ് നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഇയാളുടെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഷഫീദ്? ഹഷ്മി, ഇക്കാര്യത്തിൽ അനന്തസുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹം ചെയ്ത ക്രൈം അത് സ്വാഭാവികമായും വ്യക്തമാണ്. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തെ പ്രതി ചേർത്തതായി നമുക്ക് വിവരമില്ല. മാത്രമല്ല, ഒരു പക്ഷേ കുറച്ചുകൂടി കസ്റ്റോഡിയൽ ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം അദ്ദേഹത്തെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് കടക്കുക. 2019 ഈ സ്വർണ്ണപ്പാളി റിസീവ് ചെയ്തത്, സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്, ബാംഗ്ലൂരിൽ എത്തിച്ചത്, ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് നാഗേഷിനെ ഏൽപ്പിച്ചത്, അതിനുശേഷം ഈ സ്മാർട്ട് ക്രിയേഷൻസിലൊക്കെ കറങ്ങിയ പാളി തിരികെ ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ അത് ബെല്ലാരിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിൽ അനന്തസുബ്രഹ്മണ്യത്തിന് കാര്യമായ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിലെ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഇതിനെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ആദ്യം ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ഇവർ രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതുവരെ നമുക്കൊരു കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് സുബ്രഹ്മണ്യവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് അക്കാര്യത്തിൽ കടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ചില വ്യക്തത കുറവുണ്ട്. പക്ഷേ അന്വേഷണ സംഘം അത് ഇന്നത്തേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അത് മാത്രമല്ല, കൂടുതൽ ഇടപാടുകാരെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയുമായി ബന്ധപ്പെടുത്തുന്ന കൂടുതൽ ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും ഇന്ന് ചോദ്യം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ഷഫീദ്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി പോയ വഴി, ആ പോയ വഴിയിൽ പോയ ആളുകളുടെ കൂട്ടുകാരുടെ കൂട്ടുകാർ, അങ്ങനെ പല രീതിയിൽ SIT ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ പുരോഗതി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നിർണായകവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.